വാട്സ്ആപ്പ് ഗെയിമേഴ്സ്. അപ്പം നമ്മൾ വന്നേക്കണം പുതിയൊരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ്. ഈ ഗെയിമിൻ്റെ പേരാണ് സർവൈവ് ഗ്ലാസ് ബ്രിഡ്ജ് ഫോർ ബ്രെയിൻ റൂട്ട് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് സർവൈവ് ഗ്ലാസ് ബ്രിഡ്ജ് ഫോർ ബ്രെയിൻ റൂട്ടാണ് ഗൈസ്. നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ കോസ്മിക്കും ഡിവൈനും കൊണ്ട് നമ്മളെ ബേസ് ഫുള്ള് നിറയ്ക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ ബേസിൻ്റെ മണ്ടയിലൊരുത്തും കയറി പോയിട്ടുണ്ട്. അവൻ വല്ല സ്റ്റീൽ ചെയ്യാമെന്ന് ഇറങ്ങിവിടാ. പക്ഷേ ഇതിൽ സ്റ്റീലൊന്നും ചെയ്യാൻ പറ്റൂലെന്ന് തോന്നുന്നു ഗൈസ്. ഇത് സ്റ്റീൽ ബ്രെയിൻ റൂട്ട് അല്ലല്ലോ ഗൈസ്. ഗൈസ് ഇതിനൊക്കെ റോബക്സ് കൊടുക്കണം ഗൈസ്. നമുക്ക് സിഗ്മ ബോയിനൊക്കെ നമുക്ക് റോബക്സ് കൊടുക്കേണ്ട അവസ്ഥ. സ്വാക്സോടൊക്കെ നമ്മൾ റോബക്സ് കൊടുക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമുക്ക് ഡിവൈൻ വല്ല എടുക്കാൻ പോകാം ഗൈസ്. ഗൈസ് അടുത്ത എപ്പിക്ക് ബ്രെയിൻ റൂട്ടുമായിട്ട് പോവുകയാണ് ഗൈസ്. എപ്പിക്കാ കോമണാ റെയറാ ഏതൊരു ബ്രെയിൻ റൂട്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ഡിവൈൻ്റെ കോസ്മിക്കിൻ്റെ അവിടെ എണീച്ചേർന്ന് പോകാം ഗൈസ്. ഗൈസ് നമ്മൾ മിത്തിക് ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. സീക്രറ്റ് ഏരിയ ഇപ്പോൾ കഴിയും. ഓക്കെ ഗൈസ് നമ്മളടുത്ത് നമ്മൾ ഡിവൈൻ്റെ അവിടെ പോയി നോക്കാം ഗൈസ്. ഡിവൈൻ്റെ അവിടെ വല്ല ബ്രെയിൻ റൂട്ട് വന്നിട്ടുണ്ടെങ്കിലോ ഗൈസ് അവിടെ ഒന്ന് കാണാം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മൾ ഡിവൈൻ്റെ അവിടെയാണ് ഗൈസ് എത്തിയിരിക്കുന്നത്. നമുക്ക് ഡിവൈൻ ബ്രെയിൻ റൂട്ട് കിട്ടിക്കഴിഞ്ഞു ഗൈസ്. യെസ് ഗൈസ് നമുക്ക് ഡിവൈൻ എടുത്തുകൊണ്ട് കണ്ട വഴി ഓടിക്കളയാം ഗൈസ്. നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകാം ഗൈസ്. അയ്യോ ഞാൻ താഴെ വീണ് പോയി ഗൈസ്. നേരെ ഓടാം ഗൈസ്. എടുത്തുകൊണ്ട് ഓടാം. അതെ എനിക്കൊരു ട്രിക്കുണ്ട് ഗൈസ്. ഇങ്ങനെ വീഴാതെ ഇരിക്കാനുള്ള ഒരു ട്രിക്കുണ്ട്. കാരണം എനിക്ക് ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. എനിക്കൊരു ഐഡിയ ഉണ്ട്. നമുക്ക് നേരെ ഇത് ഡിവൈൻ എടുക്കുന്നതിന് മുമ്പ് സ്ലോ മൂഡാക്കണം. എന്നിട്ട് നമ്മൾ ഇത് എടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് ചാടണം. എന്നിട്ട് സ്പീഡ് മൂഡാക്കിയിട്ട് നമ്മൾ എടുത്തിട്ട് ഓടണം ഗൈസ്. ഇത് ഓക്കെ ഗൈസ് നമ്മൾ എടുത്തിട്ട് ഓടുന്നുണ്ട്. വീഴാതിരുന്നാൽ മതി. എവിടെയെങ്കിലും വീണല്ല ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ ഗൈസ് നമ്മളപ്പോൾ ഗ്രീന് റെഡ് ഗൈസ്. ഈ റെഡ് കാണിച്ചിരിക്കുന്നതൊക്കെ ഇത് പൊട്ടി വീഴും ഗൈസ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ അടുത്ത മുകളിൽ വെക്കാനുള്ള ഡിവൈൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് മുകളിൽ കൊണ്ട് ഈ ഡിവൈൻ വെക്കാം ഗൈസ്. എൻ്റെ ബേസിന് ഡിവൈനും കോസ്മിക്കും കൊണ്ട് നിറച്ചെടുക്കും ഗൈസ് ഇന്ന്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ നമുക്ക് മുകളിൽ കൊണ്ട് വെക്കാം ഗൈസ്. നമുക്ക് അയ്യോ ഇത് എന്തിനാണ് കാണിക്കുന്നത്? ഇത് നമ്മൾ സ്ലോ മൂഡ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് താഴെ പോകാം. അയ്യോ ഗൈസ് ഇത് എന്താണെന്നാണ് ഗൈസ്? ഇതിനകത്ത് എവിടെയാണ് ഇരിക്കുന്നത്? മുകളിൽ തന്നെ അല്ല ഗൈസ് നമ്മൾ താഴെയാണ് ഇരിക്കുന്നത്. ഓക്കെ ഗൈസ് താഴത്തെ ഡിവൈൻ ഫുള്ള് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ താഴത്തെ അത് കോസ്മിക് ഒന്നും സെറ്റാക്കിയിട്ടില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ അത് താഴത്തെ കോസ്മിക്കൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം ഗൈസ്. എന്നാൽ നമുക്ക് താഴത്തെ പണിയൊന്ന് എളുപ്പമായി കിട്ടും. അപ്പോൾ നേരെ ഗൈസ് നമുക്ക് എന്തായാലും അത് ഡിവൈൻ്റെ കോസ്മിക്കിൻ്റെ അവിടെ അങ്ങ് പോകാൻ ഗൈസ്. വല്ല ബ്രെയിൻ റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയ്യോ താഴെ വീണ് ഗൈസ്. ആ ബേക്കിൻ്റെ കാരണമാണ് ഗൈസ് താഴെ വീണത്. ബേക്കിൻ്റെ എന്തിൻ്റെ കേടാണ്? മിണ്ടാതെ പൊക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ താഴെ ഇട്ട് ഗൈസ്. സ്കിബിഡി ടോയ്ലറ്റിനൊക്കെ അത് റോബക്സ് കൊടുക്കണം ഗൈസ്. അല്ലാതെ വരൂലേ? പിന്നെ ഇവ എന്തിന് ഈ ഗെയിം ഉണ്ടാക്കിയത്? റോബക്സ് കൊടുക്കാനാ? റോബക്സ് കൊടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ച ഗെയിമാണെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഗൈസ് നമുക്കതൊന്നും മൈൻഡ് ചെയ്യാനൊന്നും നിൽക്കണ്ട. നമുക്ക് നേരെ പോയിട്ട് നമ്മൾ അയ്യോ ഗൈസ് ഡിവൈൻ്റെ അവിടെ ഒന്നും വന്നിട്ടില്ല. ഭാഗ്യം ഡിവൈൻ്റെ അവിടെ വല്ല വന്നപ്പോഴാണ് നമ്മൾ താഴെ വീണെങ്കിൽ മൂഞ്ചിയാനെ ഗൈസ്. നമ്മൾ മിത്തിക് ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ സീക്രറ്റ് ഏരിയയും കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ കോസ്മിക് ഏരിയയിൽ പോയിട്ട് നമുക്ക് കോസ്മിക് ഏരിയയിൽ ജോബ് സൗറാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് തന്നെ ഗൈസ് നമുക്ക് സ്ലോ മൂഡാക്കിയിട്ട് ജോബ് സൗറും എടുത്തുകൊണ്ട് ഓട്. അയ്യോ സ്ലോ മൂഡാക്ക്. സ്ലോ മൂഡ് അമരുന്നില്ല ഗൈസ്. നമുക്ക് 40 മില്യൺ പെർ സെക്കൻഡില ബ്രെയിൻ റൂട്ടാണ് ഗൈസ് കിട്ടിയത്. ജോബ് സൗർ ലെവൽ 1 ആണ്. 22 സെക്കൻഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പോട്ടായിരുന്നു ബ്രെയിൻ റൂട്ട് നമ്മളെ കയ്യിൽ നിന്ന് ഗൈസ്. നമുക്ക് താഴത്തേൽ വെക്കാം ഗൈസ് നമ്മളെ ജോബ് സൗർ ഗൈസ്. നമ്മൾ താഴത്തേൽ വെച്ചിട്ടുണ്ട് ഗൈസ് ജോബ് സൗർ. ഇനി നമുക്ക് നേരെ ഡിവൈൻ്റെ അവിടെ വല്ല പോകാം ഗൈസ്. ഡിവൈൻ്റെ അവിടെ വല്ല ബ്രെയിൻ റൂട്ട് വന്നാലോ? ഡിവൈൻ്റെ അവിടെ നല്ല കിടിലൻ അത് ഡ്രാഗൺ കനേലോണിയൊക്കെ കിട്ടി നമ്മൾ പൊളിച്ച് ഗൈസ്. ഡ്രാഗൺ കനേലോണി വല്ല കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. ഒരു ബ്രെയിൻ റൂട്ട് പോലും വന്നിട്ടില്ല ഗൈസ്. അയ്യോ ഞാൻ എന്തിനാണ് ഈ ഡിവൈൻ്റെ അവിടെ നിന്ന് താഴെ വീഴുന്നത് ഗൈസ്? 1 മിനിറ്റ് ഉണ്ട് ഗൈസ് ഡിവൈന് വരാൻ. 1 മിനിറ്റ് 34 സെക്കൻഡും. ഓക്കെ ഗൈസ് ഞാൻ എന്തിനോടെ താഴെ വീണോട്ടിരിക്കുന്നത്? എനിക്ക് എന്തിൻ്റെ കേടണ്ടേ? ഇതാ വീണ്ടും ഗൈസ് ഈ കൺട്രോൾ ശരിക്കും പിടിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഈ കൺട്രോൾ ഇങ്ങനെ ആയതുകൊണ്ടേ
ഇതെങ്ങനെയാണ് ഈ കൺട്രോൾ ശരിക്കും പിടിക്കുന്നത്? കൺട്രോളിൻ്റെ ഓരോ കേടുകളെ ഗൈസ് നമുക്ക് അവിടെ ജിറാഫ് സെലസ്ട്രേ ജിറാഫ് അല്ല ഇതെന്തോന്നാണ് ഇത്? ജിറാഫ് സെലസ്ട്രേ ആണെന്നാണ് ഗൈസ് തോന്നുന്നത്. ഗൈസ് നമ്മളതിൽ ജിറാഫേ അല്ല ജിറാഫ് സെലസ്ട്രേ ഉണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് നമ്മളവിടെ ജിറാഫ് സെലസ്ട്രേ എടുത്തുകൊണ്ട് നമ്മൾ ബേസിൻ്റെ അവിടെ ആയിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ജിറാഫ് സെലസ്ട്രേ എടുത്ത് നമുക്ക് അത് അടുത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു കോസ്മിക് വേണം ഗൈസ്. ഇവിടെ സ്ട്രോബെറി എലിഫൻറ്റ് ഇരിക്കുകയാണ് ഗൈസ്. സ്റ്റീല ബ്രെയിൻ റൂട്ടിൽ OG ആയിട്ടുള്ള സാധനം ഈ ഗെയിമിൽ മിത്തിക്ക് ഗൈസ്. എനിക്ക് തോന്നുന്നു ഈ ഗെയിം ഉണ്ടാക്കിയ ആളെ കയ്യിൽ നിന്ന് സ്ട്രോബെറി എലിഫൻറ്റ് ആരും സ്കാം ചെയ്ത് എടുത്തോണ്ട് പോയി തോന്നുന്നു. അതിൻ്റെ ദേശത്തിലായിരിക്കോ മിത്തിക്കാക്കി വെച്ച സ്ട്രോബെറി എലിഫൻറ്റിന്. അതാവാനായിരിക്കും ഗൈസ് ചാൻസ്. സ്ട്രോബെറി എലിഫൻറ്റ് സ്റ്റീല ബ്രെയിൻ റൂട്ടിലൊക്കെ OG സാധനം ഇവൻ്റെ ഗെയിമിൽ മാത്രം മിത്തിക്കാ. ഒരാൾ മിത്തിക്കാക്കൂലല്ലേ, ഇവ മാത്രം എന്താക്കിയത് ആർക്കറിയാം ഗൈസ്. ബട്ട് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. നമ്മൾ ഇത് മിത്തിക്കല്ലേ, നമുക്ക് കോസ്മിക്കും ഡിവൈനും കൊണ്ടല്ലേ നടക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് അത് ഇവിടെ 6, 7 ഒക്കെ ഇരിക്കുന്ന ബാഗിൻ്റെ ഉള്ളിൽ വെക്കാം ഗൈസ്. നമ്മളെ ബാഗിൻ്റെ ഉള്ളിൽ എടുത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഈ ഗൈസ്. നമ്മൾ ബാഗിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഓടി പൊക്കാന്നല്ല പോവാം ഗൈസ്. ഇനി നമ്മൾ ജിറാഫ് സെലസ്ട്രേ വേറെ ഒന്നും കൂടി സ്പോൺ ആയിട്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, ഇവിടെ 410 മില്യൺ പെർ സെക്കൻഡിൽ ഉള്ള ബ്രെയിൻ റൂട്ടാണ് ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗൈസ്. 2 സെക്കൻഡ് വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് സ്വാഗ് സോഡ മിസ്സായി പോയിട്ടായിരുന്നു. ഭാഗ്യത്തിന് സ്വാഗ് സോഡ മിസ്സായി പോയിട്ടില്ല ഗൈസ്. 410 മില്യൺ പെർ സെക്കൻഡാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതെടുത്തിട്ട് ഇത് മുകളിൽ വയ്ക്കാം ഗൈസ്. ഇത് ഡിവൈൻ അല്ലേ, നമ്മൾ താഴത്തെ ഡിവൈൻ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. താഴെ ഇനി 2 കോസ്മിക്കും കൂടി വെച്ചാൽ മതി ഗൈസ്. അതിന് മുമ്പ് നമ്മൾ ഇതെടുത്ത് ഇവിടെ വെക്കട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് കോസ്മിക് എടുക്കാൻ പോവാം. ഓക്കെ ഗൈസ് നമ്മൾ കോസ്മിക് എടുത്തിട്ടുണ്ട്. ഡിവൈന് വെച്ചിട്ടുണ്ട്. അടുത്ത നമുക്ക് കോസ്മിക് എടുക്കാൻ വേണ്ടിയിട്ട് വേണം പോകാൻ. നമ്മൾ ഇനി 2 കോസ്മിക്കും കൂടിയുണ്ട്. ഒരു കോസ്മിക്ക് നമ്മളെ കയ്യിലുണ്ട്. ഇനി ഒരു കോസ്മിക്കും കൂടി മതി. ഒരെണ്ണം നമ്മളെ കയ്യിലുണ്ട് ഗൈസ്. ഒരു കോസ്മിക്കും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴത്തെ 2 കോസ്മിക്ക് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ബോന്തീത്തോ ഉണ്ട് ഗൈസ്. നമുക്ക് ഇതെങ്കിൽ ഇത് എടുത്തുകൊണ്ട് ഓടാം ഗൈസ്. ഇതൊക്കെ 9 മില്യൺ പെർ സെക്കൻഡ് ആണല്ലോ. അത്ര പോരല്ലോ ഈ ബ്രെയിൻ റൂട്ട്. 9 മില്യൺ പെർ സെക്കൻഡാണ്. അയ്യയ്യേ, ഇതൊന്നും കൊള്ളൂല ഗൈസ്. എന്നാലും നമ്മളെ ബേസ് നിറയ്ക്കാനായിട്ട് നമുക്കിത് ചെയ്തേ പറ്റൂ ഗൈസ്. നമ്മൾ ചാടി എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് താഴെ കൊണ്ട് വെച്ചാൽ മതി ഗൈസ്. നമ്മളെ ജിറാഫ് സെലസ്ട്രേ നമുക്ക് താഴെ കൊണ്ട് വെക്കാം ഗൈസ്. ഒരെണ്ണം ഇവിടെ ഓക്കെ. താഴത്തെ ഡിവൈനും കോസ്മിക്കും നമ്മൾ ഫുള്ളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്ത നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ട് പോയി ഗൈസ്. എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴത്തേലാണ് ഗൈസ് നമ്മൾ മുകളിൽ വെച്ചതൊക്കെ എടുത്ത് വെക്കേണ്ടത്. അതുകൊണ്ട് സ്വാഗ് സോഡയൊക്കെ നമുക്ക് എടുക്കാം ഗൈസ്. സ്വാഗ് സോഡ ഇങ്ങോട്ട് പോരട്ടെ. ഓക്കെ, നമുക്ക് ഒരു 2 ഡിവൈനും എടുത്തുകൊണ്ട് നമുക്ക് താഴെ ചാടി ഇവിടെ കൊണ്ടാണ് ഗൈസ് വെക്കേണ്ടത്. ഓക്കെ ഗൈസ്, സ്വാഗ് സോഡ ഇവിടെ ഇരിക്കട്ടെ. സ്വാഗ് സോഡ നമ്മളടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മുകളിലത്തെ 2 ഡിവൈൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് മുകളിൽ കോസ്മിക് കിട്ടാൻ എളുപ്പമാണ് ഗൈസ്. പക്ഷേ ഡിവൈൻ കിട്ടാൻ കുറച്ച് പാടാണ്. ഇനി 1 മിനിറ്റ് 39 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ അടുത്ത കോസ്മിക് നമുക്ക് കിട്ടും ഗൈസ്. ഏതെങ്കിലും നമ്മളെ കണക്കുള്ള പ്രോകൾ വല്ല ഈ ഗെയിമിൽ വന്ന് എൻ്റെ ഡിവൈനൊക്കെ എടുത്തുകൊണ്ട് പോയാലോ ഗൈസ്. നമുക്ക് വീണ്ടും ഇവിടെ ജോബ് സഹൂർ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളിത് എടുക്കുകയാണേ ഗാർഡേ. വിരോധമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുകയാണേ. വിരോധമൊന്നും ഇല്ലല്ലോ, നമ്മൾ എടുത്തുകൊണ്ട് പോവാം ഗൈസ്. ഗാർഡിന് ഒരു വിരോധം ഇല്ല ഗൈസ്. നമുക്ക് വേണ്ടി ഗാർഡ് മാറ്റി വെച്ചാണ് ഗൈസ് ഇതൊക്കെ. ഓക്കെ ഗൈസ്, നമുക്ക് ആണെങ്കിൽ അത് അടുത്ത ജോബ് സഹൂറും കിട്ടിയിട്ടുണ്ട് ഗൈസ്.
ഇതുകൊണ്ട് നമുക്ക് മുകളിൽ വയ്ക്കാം. താഴത്തെ മുകളിലത്തെ 2 ഡിവൈനും ഒരു കോസ്മിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കൊണ്ടൊക്കെ വെക്കാം. 40 മില്യൺ പെർ സെക്കൻഡ്. ഇത് കുഴപ്പമില്ല ഗൈസ്. ജോബ് സൗറ് കിടിലാണ്. നമ്മൾ ബേസൊക്കെ നമ്മൾ റീബർത്ത് മാക്സ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഫുള്ള് മാക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റീബർത്തിൻ്റെ ആവശ്യമില്ല ഗൈസ്. നമ്മൾ ഫുള്ള് റീബർത്തും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സീക്രട്ട് ഏരിയ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമുക്ക് നേരെ ഡിവൈൻ്റെ അവിടെ പോയിട്ട് നമുക്ക് ഡിവൈൻ ഒന്നും വന്നിട്ടില്ല ഗൈസ്. ഇനി ഡിവൈൻ വരാൻ കുറച്ചും കൂടി സമയമുള്ളൂ. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട് ഗൈസ്. നമ്മൾ വീണ്ടും മിസ്റ്റേക്ക് ചെയ്ത് ഗൈസ്. ജോബ് സൗർ കോസ്മിക് അല്ലേ? കോസ്മിക് എന്തിനാണ് ഡിവൈൻ്റെ അവിടെ കൊണ്ട് ഞാൻ വെച്ചത്? ഡിവൈൻ്റെ സ്ഥലം ഇതല്ലേ? അപ്പോൾ നമുക്ക് ഡിവൈൻ്റെ അവിടെ എന്തിനാണ് നമ്മൾ കോസ്മിക് കൊണ്ട് വെച്ചാൽ? കോസ്മിക്കിൻ്റെ സ്ഥലം അവിടെയല്ലേ? മണ്ടനെന്നൊക്കെ പറഞ്ഞ ആനി മണ്ടൻ തന്നെയല്ലേ? എല്ലാം തെറ്റി പോവുകയാണ് ഗസ്. എന്തോ കോസ്മിക് അവിടെ വന്നിട്ടുണ്ട് ഗസ്. നമ്മൾ അവക്കദീനി എടുത്തുകൊണ്ട് പോയി. അവക്കദീനി ആൻഡ് തീലോപ്പീനിയാണ് ഗസ് ഇതിൻ്റെ പേര്. അവക്കദീനി ആൻഡ് തീലോപ്പീനി. എന്ത് ഗൈസ്, ഇവന്മാർക്ക് ഈ പേരൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു? ഇറ്റാലിയൻ ബ്രെയിൻ റൂട്ടാണ് ഗൈസ് ഇതിനെല്ലാവരും വിളിക്കണത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് അവക്കദീനിയൻ തീലോപ്പീനി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൊണ്ട് മുകളിൽ വയ്ക്കാം. അപ്പം നമുക്ക് മുകളിലത്തെ 3 ഡിവൈൻ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. ഇവൾക്ക് കൊടുക്കാമല്ലോ ഗൈസ്. ഇത് ഈയിടെ മനമേ പിന്നെ മാറിയിരുന്നാൽ മതി. ഇവളല്ലേ ഗൈസ് നമ്മൾ അവക്കദീന് ഫസ്റ്റ് എടുത്തത്. ഇവൾക്ക് നമ്മളെന്തിനു കൊടുക്കണം? നമ്മൾ അവക്കദീന് ഫസ്റ്റ് എടുത്തോണ്ട് പോയിട്ട് ചോദിക്കുന്ന അടിച്ച് മണ്ടനാ പിടിക്കും. ഒക്കെ ഇടും. അയ്യോ, ഞാൻ താഴെ വീണ് ഗൈസ്. നമ്മൾ അവക്കദീന് എടുത്തേം പോലെ അവൾക്ക് തിരിച്ച് കൊടുക്കണം പോലും. അത് ഞാൻ എടുത്ത സാധനം എൻ്റേതാവും. കാരണം അത് ഞാനാണ് സെക്കൻഡ് എടുത്തത്. അവളെ എടുത്തതായിരുന്നു. പക്ഷെ പോവാൻ പോയപ്പോഴത്തേക്ക് അയ്യോ, ഞാൻ എന്ത് ടെലിപ്പോർട്ടായ ഗൈസ്. നമ്മൾ ടെലിപ്പോർട്ടായിട്ട് നമ്മളെ ബേസിൻ്റെ അവിടെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. 6-7 ഫ്രീ ആണ് ഗൈസ്. 6-7 ഫ്രീ ചെയ്ത് നമ്മൾ അമർത്തുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആവാൻ പറയും. ഞാൻ ജോയിനൊക്കെ ആയിട്ട് ഞാൻ കളി തുടങ്ങിയപ്പോൾ തന്നെ ലെജൻഡറി 6-7 ഒക്കെ വാങ്ങി ഗൈസ്. നമുക്ക് അവക്കദീനി കിട്ടിയിട്ടുണ്ട്. സ്വാക്സ് സോഡയും കിട്ടിയിട്ടുണ്ട്. ജോബ് സൗർ ആദ്യം എടുക്കണം ഗൈസ്. കാരണം ഒരു മിസ്റ്റേക്ക് പറ്റി. കാരണം ഈ ഡിവൈൻ ഇരിക്കുന്ന നമ്മളെ താഴത്തെ സ്ഥലത്ത് ഡിവൈൻ ഇരിക്കുന്ന സ്ഥലമുണ്ട്. ഡിവൈൻ ഇരിക്കുന്ന സ്ഥലം ഇതല്ലേ? അപ്പുറത്തല്ലേ നമ്മളത് കോസ്മിക് വെക്കേണ്ടത് ഗൈസ്. എന്ത് മണ്ടനാണ്. ഇവിടെയാണ് ഗൈസ്. കണ്ട, താഴെയും കോസ്മിക്കാണ് ഇരിക്കുന്നത്. അതിൻ്റെ മണ്ടയിലും കോസ്മിക്. താഴെയും ഡിവൈനാണ് കിടക്കുന്നത്. അതിൻ്റെ മണ്ടയിലും ഡിവൈൻ. കണ്ട, ഇതാണ് ഗൈസ് മൈ പവർ. ഇങ്ങനെ എല്ലാം നിറച്ചെടുക്കും ഗൈസ്. ഗൈസ്, ഇനി നമുക്ക് ഡിവൈന് വല്ല കിട്ടിയാൽ മതിയായിരുന്നു. അപ്പോൾ ബോബറീത്തോ നമ്മൾ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇത്രയും നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇത്രയും നിറച്ച് ഒരുവിധം നിറച്ച് തീർത്ത് ഗൈസ്. ഇത്രയും നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോബറീത്തോ ഒക്കെ എടുത്ത് നമ്മളെ ബേസൊക്കെ ഫുള്ള് കിഡിലാക്കണം ഗൈസ്. ഫുള്ള് കിഡിലാക്കണം. ഇനി നമ്മളെ ബേസൊക്കെ നമ്മൾ നിറയ്ക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പാർട്ട് 2 ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.